മച്ചാളികളെ, ഞാനിവിടെ സ്വന്തം മാളക്കായി റഹീമൊക്കെ വെച്ച്. അപ്പം ഇന്ന് ശനിയാഴ്ച അല്ലേ, അപ്പം ഇന്ന് ബീഫ് ഇതിനെ ഭയങ്കര കൊതിയിട്ടാ. അപ്പം ഞങ്ങളിതേ നമ്മുടെ അക്കുവിൻ്റെ കടയിൽ പോയിട്ട് പൂപ്പത്തിൽ ബീഫ് വാങ്ങിച്ചിട്ട് തരാം കേട്ടോ. ഭയങ്കര ആഗ്രഹം ബീഫ് തിന്നാനായിട്ട്. അപ്പം ബീഫ് വാങ്ങിച്ചു. അപ്പം എൻ്റെ മോളിലേക്ക് മഴ കൊണ്ടൊക്കെ ഞാൻ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിക്ക് വലിയ കാര്യത്തിൽ മഴക്കോട്ടൊക്കെ ഇട്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിക്ക് മഴ കണ്ടെങ്കിൽ പിന്നെ അത് കൊള്ളാണ്ട് പറ്റില്ലല്ലോ ചങ്കളെ. ഓ എന്ത് രസം പറയാം മഴ കൊള്ളാണ്ട്. ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടോ മൊബൈൽ ഫോണൊക്കെ നനഞ്ഞ് ഒരു പരിവായിട്ടാ. എനിക്ക് ഇവിടെ നിറച്ചും മഞ്ഞപ്പൂക്കളുണ്ട്. എനിക്ക് കണ്ടാ നിറച്ച് 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 നിറച്ച്. അതുപോലെ തൊട്ടാവാടി പൂ ഉണ്ടായിക്കണമെങ്കിൽ നിറച്ചും തൊട്ടാവാടി പൂ ഉണ്ടായിക്കണം അവിടെ. ഇപ്പം നമ്മുടെ വീടിൻ്റെ താഴത്തുള്ള പാടം ഉണ്ട്. അതിൻ്റെ ആ പാടത്തിൻ്റെ അപ്പുറമാണ് അക്കുവിൻ്റെ ബീഫ് അക്കുവിൻ്റെ ബീഫ് കട അവിടെ ഉണ്ടാ. അപ്പം ചിരിക്കുക വയ്യ വണ്ടി തന്നെ ഉണ്ട് എനിക്ക്. അപ്പം എന്തായാലും ഈ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. വീട്ടിൽ പോയിട്ട് ഇപ്പം എന്നിട്ട് അവിടെ വെറുതെ ടി വിയുടെ മുമ്പിലിരിക്കല്ലേ ഫോണും പിടിച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ മഴ കൊള്ളാന്ന് വെച്ചാൽ ഞാനും എൻ്റെ പപ്പി കുട്ടി സണ്ണി കുട്ടാൻ്റെ വാട്ടക്കുട്ടി നാണം മകുന്നു മീനി നോക്കുന്നു. പപ്പിക്ക് ഞാൻ വന്നാണ്. മതിയാ മഴ കൊണ്ട് മതിയായാ? മഴ കൊണ്ട് മതിയായില്ലേ? അപ്പം അവൾക്ക് കാരണം അമ്മച്ചി മഴ കൊള്ളണം അമ്മച്ചിന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് നിന്നതാണ്. അപ്പോൾ നല്ല മഴ, അടിപൊളി മഴ. അയ്യോ കമ്മലിടാൻ മറന്നു ഈ സാരില്ല. എൻ്റെ മോള് കമ്മലൊന്നും ഇടാറ്. എൻ്റെ മോള് പിന്നെ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ചുന്തിരി ആയതിൻ്റെ പേരിൽ എൻ്റെ വണ്ടി കഴിയിട്ട് കുറേ ദിവസമായിട്ടാ. അപ്പം മഴയത്ത് കിടന്ന് വണ്ടി ഇതിങ്ങനെ കുളിച്ച് സുന്ദരിയായിക്കൊണ്ടിരിക്കണം. അയ്യോ ഉണ്ടാക്കിയതാ വണ്ടി ഒന്ന് കുളിക്കട്ടെ കുറച്ച് നേരം. വണ്ടി കഴുകിയിട്ട് കുറേ ദിവസമായി. നല്ല രസമുള്ള പാടം കേട്ടോ. നമ്മുടെ വീട് താഴത്ത് തന്നെയാണേ, തൊട്ടടുത്ത് തന്നെ. അപ്പം ടാറ്റാ ബൈ ബൈ. അപ്പം ഹാപ്പി സാറ്റർഡേ. അപ്പം എല്ലാവരും അടിച്ചു പൊളിക്ക്. നാളെ സൺഡേ അല്ലേ, അപ്പം എല്ലാവരും അടിച്ചു പൊളിക്കിട്ടാ. അപ്പം ഞാൻ പോയി ബീഫൊക്കെ വെച്ച് കറി വെച്ചിട്ട് ഉച്ചക്കലത്തെ ചോറിനുള്ള പരിപാടികൾ നോക്കട്ടെ കേട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ 2 എണ്ണം അവിടെ വീട്ടിൽ കയറ്റില്ല. 2 എണ്ണം അപ്പോൾ അവിടെ മറ്റേ എന്താ പറയുക വാളും ചലമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഭദ്രകാളി. അയ്യോ